ഗോപൻ സ്വാമിയുടെ സമാധിക്ക് വേണ്ടിയുള്ള മഹാസമാധിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവസാന ഒരു ഘട്ടത്തിലെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഇവിടെ പുഷ്പങ്ങളുടെയൊക്കെ ഒരു അലങ്കാരം അല്ലെങ്കിൽ ആ രീതിയിൽ സമാധി മണ്ഡപത്തിന് ചുറ്റും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ വിപുലമായ ഒരു രീതിയിലുള്ളൊരു മഹാസമാധിയാണ് ഗോപൻ സ്വാമിക്ക് കൊടുക്കുവാനായി ഹൈന്ദവ സംഘടനയിൽ പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ അടക്കം നേതൃത്വത്തിൽ കുടുംബത്തിൻ്റെയും ഒക്കെ ഇഷ്ടപ്രകാരം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സമാധി എന്നുള്ളത്. അതിന് വന്നൊരു ഭംഗം അല്ലെങ്കിൽ ആ രീതിയിലുണ്ടായ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ക്രിയകളും കർമ്മങ്ങളുടെയും ഒക്കെ ഒരു മേൽനോട്ടത്തിൽ അതിന് കൃത്യമായ ഒരു പരിഹാരം കൂടി കണ്ടുകൊണ്ടാണ് ഈ ഒരു സമാധി നടക്കുന്നുള്ളതാണ്. ലൈവാണ് ഇത് അതെ അതെ. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഈ ഒരു സമാധിയുടെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ 6-7 സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്ന ഒരു മഹാസമാധിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് 2 മണിക്ക് ആറാലുമൂട് ഓട്ടോമൊബൈൽസിൻ്റെ അവിടെ നിന്ന് സമാധി നാമജപ യാത്ര ആരംഭിക്കുകയും അത് 3 മണിക്ക് മുൻപേ ഈ സമാധി മണ്ഡപത്തിൽ എത്തിച്ചേരുകയും 3 മണിക്ക് സന്യാസിമാരുടെ നേതൃത്വത്തിൽ വേദമന്ത്ര ഉച്ചാരണത്തോടു കൂടി ഇവിടെ പുണ്യകലശവും പീഠപൂജയും നടത്തി സമാധി ഇരുത്തിക്കൊണ്ട് ആ സമാധി പൂജ കർമ്മങ്ങൾ നടക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലായിരിക്കും. അതായത് ഒരു 2 മണിയോടുകൂടി ഇവിടെ ആറാലമൂട് ഓട്ടോമൊബൈൽസിൻ്റെ മുമ്പിൽ നിന്നാണ് ഇതൊരു നാമജപ യാത്ര ആരംഭിക്കുന്നത്. നാമങ്ങളുടെയൊക്കെ മന്ത്രോച്ചാരണത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഒരു ഭൗതികദേഹം ഈ ഒരു വീട്ടിലേക്ക് എത്തിക്കും. ശേഷം വിശാലമായ രീതിയിലുള്ള ഒരു കർമ്മങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒക്കെ മന്ത്രവിധികളുടെയും ഒക്കെ ഒരു രീതിയിലായിരിക്കും ഈ ഒരു വലിയ മഹാസമാധി നടത്തുക. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ സമാധിക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന ഒരു വേദി പോലെ ഒരുക്കിയിരിക്കുന്ന ഒരു മണ്ഡപത്തിന് ചുറ്റും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. ആ രീതിയിൽ മഹാസമാധിക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണെന്ന് പറയേണ്ടി വരും. 3 മണിയോടുകൂടി ഭൗതികദേഹം ഇവിടേക്ക് ഗോപൻ സ്വാമിക്ക് അതിൻ്റെ ചില ക്രമങ്ങളും രീതികളും ഒക്കെ അതിനുണ്ട്. അതിൻ്റെ ആചാരങ്ങളുമായി വിശ്വാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി മഠാധിപതികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏകദേശം ഒരു 10-നകത്ത് മഠാധിപതികൾ, അതുപോലെ തന്നെ ആചാര്യന്മാരൊക്കെ ഹൈന്ദവ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആചാര്യന്മാരൊക്കെ ഇവിടെ എത്തും. ആ രീതിയിൽ കൃത്യമായി തന്നെ കർമ്മങ്ങൾ ക്രിയകളുമൊക്കെ നടത്തിക്കൊണ്ട് അന്നുണ്ടായ ഒരു സമാധി ഭംഗത്തിന് കൃത്യമായ ഒരു പരിഹാരം കൂടി കണ്ടുകൊണ്ടാണ് എന്തായാലും ഈ ഒരു സമാധി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന സമാധിയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വരുത്തിയിരുന്ന കൃഷ്ണശിലയും ഈ നപുംസക ശിലകളും അടക്കം ഈ ഒരു സമാധി മണ്ഡപത്തിൽ അല്ലെങ്കിൽ സമാധിയിൽ തന്നെ കൃത്യമായി തന്നെ അതിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ ഒരു സമാധിക്ക് വേണ്ട ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമാധി മണ്ഡപത്തിന് ചുറ്റും ഋഷിപീഠത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്ന വേദിക്ക് സമാനമായ ഒരു ഭാഗത്ത് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ഒരു 3 മണിയോടുകൂടി ഗോപൻ സ്വാമിയുടെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കും. പിന്നീട് 40 മിനിറ്റ് നീണ്ട വേദമന്ത്രോച്ചാരണങ്ങളിലൊക്കെ അകമ്പടിയോടുകൂടി ഈ സമാധി കർമ്മം നടക്കും. അത് 3 മണിക്കും 4 മണിക്കും ഇടയിലായിരിക്കും. 3 മണിക്കും 4 മണിക്കും ഇടയിലായിരിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതായത് പറയുന്നത് അങ്ങനെയാണ്. അതായത് 3 മണി മുതൽ 4 മണി വരെയാണ് ഈ ഒരു സമാധിക്കായുള്ള സമയമായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു 40 മിനിറ്റോളം വേദമന്ത്രോച്ചാരണങ്ങളിലേക്ക് അകമ്പടിയോട് കൂടിയായിരിക്കും ഈ ഒരു സമാധിയുടെ പൂജയുടെയൊക്കെ ഒരു ക്രമം. പ്രത്യേക ക്രമീകരണങ്ങളും സമയമൊക്കെ അതിനുണ്ട്. ആ രീതിയിലുള്ളതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഗോപൻ സ്വാമിക്ക് വേണ്ടിയുള്ള മഹാസമാധി ഇവിടെ ഒരുങ്ങുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.